ഇന്ന് രാത്രി നടക്കുന്ന പൂരപ്പടയണിയോടെ വെട്ടൂർ പടയണിക്ക് സമാപനമാകും. കടമ്മനിട്ട ഗോത്രകലാകളരിയും വെട്ടൂർ ആയിരവില്ലേശ്വര കലാഗ്രാമവും ചേർന്നാണ് പൂരപ്പടയണി അവതരിപ്പിക്കുന്നത്. വെട്ടൂർ ആയിരവില്ലൻ ക്ഷേത്രത്തിൽ നടന്നുവരുന്ന പ്രസിദ്ധമായ വെട്ടൂർ പടയണി ഇന്ന് രാത്രി നടക്കുന്ന പൂരപ്പടയണിയോടെ സമാപിക്കും. ആയിരവില്ലേശ്വര ക്ഷേത്രത്തിൽ ഉപദേവതയായ വലഞ്ചുഴി ദേവിയുടെ മുമ്പിലാണ് പടയണി നടക്കുന്നത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വെട്ടൂർക്കരയിലെ പ്രശസ്തരായ പടയണി ആശാന്മാർ അച്ചൻകോവിലാറിന് മറുകരയിലുള്ള വലഞ്ചുഴി ദേവീക്ഷേത്രത്തിലാണ് പടയണി അവതരിപ്പിച്ചു വന്നിരുന്നത്. എന്നാൽ ഒരു പടയണിക്കാലത്തൊരു നാൾ തലേനാൾ ഉറക്കമിളച്ച ക്ഷീണത്തിൽ കലാകാരന്മാർ അല്പം ഉറങ്ങിപ്പോവുകയും കളത്തിലിറങ്ങാൻ അല്പം വൈകുകയും ചെയ്തു. പടയണി തുടങ്ങാൻ വൈകിയതിൻ്റെ ദേഷ്യത്തിൽ വലഞ്ചുഴിക്കരക്കാർ വെട്ടൂർക്കരയിലെ പടയണി ആശാന്മാരെ അധിക്ഷേപിച്ചു. അധിക്ഷേപത്തിൽ മനംനൊന്ത പടയണി ആശാന്മാർ തപ്പുകൂട്ടി വലഞ്ചുഴിയമ്മയെ വിളിച്ചിറക്കി വെട്ടൂർക്കരയിലേക്ക് കൊണ്ടുവരികയും ആയിരവില്ലേശ്വരൻ ക്ഷേത്രത്തിൽ ഉപദേവതയായി കുടിയിരുത്തുകയും ചെയ്തു എന്നാണ് ഇത് സംബന്ധിച്ചുള്ള ഐതിഹ്യം. ആദ്യകാലങ്ങളിൽ വെട്ടൂർക്കരക്കാർ ആയിരവില്ലൻ ക്ഷേത്രത്തിലെ വലഞ്ചുഴി ഭഗവതിക്ക് മുന്നിൽ 28 നാൾ നീണ്ട പടയണി അവതരിപ്പിച്ചു വന്നിരുന്നു. എന്നാൽ ഇടക്കാലത്ത് വെട്ടൂർ പടയണി നിലച്ചുപോയി. പിന്നീട് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് കടമ്മനിട്ടയിലെ ആശാന്മാരുടെ സഹായത്തോടെ പ്രദേശവാസികളായ ചെറുപ്പക്കാർ പടയണി പരിശീലിക്കുകയും ആയിരവില്ലേശ്വര കലാഗ്രാമം എന്ന പേരിൽ കളരി സ്ഥാപിച്ച് പടയണി അവതരിപ്പിച്ചു വരികയും ചെയ്യുന്നുണ്ടെന്ന് ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് ബാബുക്കുട്ടൻ പറഞ്ഞു. ഇത് വെട്ടൂർ ആയിരവില്ലൻ ക്ഷേത്രമാണ്. അപ്പം ഇവിടെ വലഞ്ചുഴി ദേവി ഉപദേവാലയമായിട്ടുണ്ട്. ദേവിക്ക് വേണ്ടിയാണ് ഇവിടെ ഇപ്പം പടയണി നടത്തിക്കൊണ്ടിരിക്കുന്നത്. മുൻകാലങ്ങളിൽ 28 ദിവസം പടയണിയായിരുന്നു. അത് ചുരുങ്ങി ഒരു ദിവസമായി. കാലാകാലം നിന്ന് പോയായിരുന്നു. വീണ്ടും അത് തുടങ്ങി ഒരു ദിവസമായി. ഇപ്പോൾ അത് നമ്മുടെ ഇവിടുത്തെ കുട്ടികളോട് പഠിച്ച് ആയിരവില്ലേശ്വര കലാഗ്രാമം എന്ന പേരിൽ കടമ്മനിട്ട ഗോത്രകളരി വന്നവരുടെ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കുട്ടികൾ കുറച്ച് 10-20 കുട്ടികളുണ്ട്. അവരുടെ നേതൃത്വത്തിലാണ് ഇപ്പം ഇവിടെ പടയണി 2 ദിവസത്തെ നടക്കുന്നത്. അങ്ങനെ ഒരു ദിവസം കരക്കോലമായിട്ട് കടമ്മനിട്ടക്കാർ വന്ന് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ കുമ്പഴ വെട്ടൂർ ചിട്ടയാണ് പടയണിക്ക്. അത് കുമ്പഴ വെട്ടൂർ ചിട്ടയാണ് കടമ്മനിട്ട പടയണി ആശാന്മാരും പിന്തുടരുന്നത്. DDV ന്യൂസ്, പത്തനംതിട്ട.